വെൽക്കം ബാക്ക് ടു ദ ചാനൽ Sarath'S ടെക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നിങ്ങൾ പലരും ചോദിച്ചിരുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാനൊരു മാളിലോ അതോ ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബസ്സിലോ ഇരിക്കുമ്പോൾ ഒരു പാട്ട് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബസ്സിനകത്തോ മാളിലോ എവിടെയെങ്കിലും പാട്ട് വെച്ചിരിക്കുകയാണ്. ആ പാട്ട് ഞാൻ കേട്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് ഏതാ എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങളൊരു മാളിലോ അതോ ഒരു ബസ്സിലോ എവിടെയെങ്കിലും പാട്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ആ പാട്ട് ഏത് പാട്ടാണ്, ആര് പാടിയതാണ്, ഏത് സിനിമയിലാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്ന ഒരു ആപ്പ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുക്കുക. ആൻഡ്രോയിഡ് ആവാം, ഐഫോൺ ആവാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക. അതിനുശേഷം ഷസാം എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഷസാം, ഞാൻ അതിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ മുകളിൽ കാണിക്കാം. ഷസാം, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആവട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതേപോലത്തെ വീഡിയോസിലേക്ക്. സോ ഓൾമോസ്റ്റ് ആവാറായി, നമ്മുടെ ആപ്പ് ഇൻസ്റ്റാളായി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പെർമിഷൻ ചോദിക്കും, മൈക്രോഫോൺ ആക്സസ് ചെയ്യാൻ. ആ മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നമ്മുടെ ഫോൺ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകാം. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പാട്ട് കേൾക്കാൻ പോവാം. അപ്പം ഞാനിവിടെ ഒരു പാട്ട് ഞാനിങ്ങനെ പ്ലേ ചെയ്യാം. ആ പാട്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ ഷസാം വഴി കണ്ടുപിടിക്കാൻ പോവാം. സോ ഞാൻ ഇപ്പോൾ പാട്ട് പ്ലേ. സോ പാട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും. ഞാനിത് എൻ്റെ ഇൻട്രോയിലൊക്കെ യൂസ് ചെയ്തിരുന്നൊരു സോങ് ആണ്. സോ ഇനിയിപ്പോൾ ഈ സോങ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഷസാം വഴി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഷസാം എന്ന് പറഞ്ഞ ആപ്പിൽ ജസ്റ്റ് ഈ ടാപ്പ് ടു ഷസാം എന്ന് എഴുതിയിട്ടുണ്ട്. ടാപ്പ് ടു ഷസാം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഈ പാട്ട് കേൾക്കാൻ തുടങ്ങുന്നത്, ലിസൺ ചെയ്യണം. ലിസണിങ് എന്ന് കാണിക്കും. ഒരു 30 സെക്കൻഡ് അതിൻ്റെ ടൈം കൊടുക്കുക. അത് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏതാണ് പാട്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് തരും. സോ നമ്മൾ ടാപ്പ് ടു ഷസാം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് യെസ്, പാട്ട് നമ്മുടെ ആപ്പിൽ വന്നിരിക്കുന്നു. കൊനീച്ചിവ, ഇതാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്ന സോങ്. സോ നിങ്ങൾക്ക് പാട്ട് ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബാക്ക്. ഇപ്പോൾ പാട്ട് ഏതാണ് എന്നുള്ളത് ഈ ആപ്പ് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഇത് ഞാനിപ്പോൾ ഒരു സോങ് ഇട്ടത് എൻ്റെ ഇൻട്രോയിലുള്ള മ്യൂസിക്കാണ് ഞാനിപ്പോൾ ഇട്ടത്. പക്ഷേ ഇതിൽ ഇഷ്ടം പോലെ സോങ്സ്, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഏത് സോങ്ങും നമുക്ക് ഈ ഒരു ആപ്പ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഏത് പാട്ടാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട. ഉടനെ തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുക. അതിനുശേഷം ഷസാം ഓപ്പൺ ചെയ്യുക, അതിനെ കേൾപ്പിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും നിങ്ങളുടെ ഫോണിൽ കാണും. ഇനി ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യും? അതായിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം. ഈ സമയത്ത് ആണ് നമ്മുടെ ഷസാം ആപ്പിലുള്ള സ്പെഷ്യൽ ഫീച്ചർ. അതായത് ഈ ആപ്പ് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഇതേപോലെ പാട്ട് കേൾക്കുമ്പോൾ ടാപ്പ് ടു ഷസാം ഞെക്കുക, പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക. കേൾപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേട്ട പാട്ടിൻ്റെ ഇത് റെക്കോർഡായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ റെക്കോർഡായി സേവ് ആയിരിക്കും. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഏതായിരുന്നു പാട്ട് എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഇൻ്റർനെറ്റ് ലിങ്ക് നിങ്ങൾ പേടിക്കേണ്ട. പിന്നീട് എപ്പോഴെങ്കിലും നെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ പാട്ട് ഏതാ എന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ഇനി പാട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഷസാം യൂസ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.